കാഴ്ച പരിമിതിയെ അതിജീവിച്ച് USS നേടിയ അഭിനയും സിനാനും കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിൽ നിന്ന് USS പരീക്ഷ എഴുതിയ 4 പേരിൽ അഭിനയും സിനാനുമാണ് സ്കോളർഷിപ്പ് നേട്ടം കൈവരിക്കാനായത്. ആദ്യമായാണ് ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾ USS സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നത്. PDF ഫോർമാറ്റിൽ വരുന്ന പുസ്തകങ്ങൾ വായിച്ചു കേൾപ്പിച്ചും ഓഡിയോ രൂപത്തിലാക്കിയുമാണ് അധ്യാപകർ അഭിനയെയും സിനാനിനെയും USS പരീക്ഷയ്ക്ക് പരിശീലിപ്പിച്ചത്. ഇതിനായി സ്കൂളിലെ മുഴുവൻ ജീവനക്കാരും സഹായിച്ചിട്ടുണ്ടെന്നും കുട്ടികളുടെ വിജയം ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നും പ്രധാനാധ്യാപിക നോബിൾ മേരി ചാക്കോ പറയുന്നു. പഠനത്തിനു പുറമെ മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിലും സമർത്ഥരാണ് കുട്ടികളെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ 2 കുട്ടികളും പഠിക്കാനുള്ള അവരുടെ സാമർഥ്യത്തിന് പുറമെ മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ സമർത്ഥരായിട്ടുള്ള കുട്ടികളാണ്. പിന്നെ മുഹമ്മദ് സിനാനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടിയ ആളാണ് സ്റ്റേറ്റ് ലെവലിൽ. പിന്നെ അഭിനയ സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമാണിപ്പോൾ. അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിലുള്ള ടൂർണമെൻറ്റിൽ വിശാഖപട്ടണത്ത് കളിക്കാൻ പോവുകയാണ് അഭിനയ. അപ്പോൾ അങ്ങനെ മറ്റു മേഖലകളിലും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് 2 പേരും. അതുപോലെ പ്രവൃത്തി പരിചയ മേളയിലുമൊക്കെ തന്നെ കുട്ടികൾ പങ്കെടുത്ത് A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ അറ്റൂർ പാറപ്പുറത്ത് അത്തിക്കപ്പറമ്പിൽ ഹക്കീമിന്റെയും തസ്നിയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ. ജന്മന പൂർണ്ണമായും കാഴ്ചയില്ലാത്ത മുഹമ്മദ് സിനാൻ ഹെലൻ കെല്ലർ സ്കൂൾ ഹോസ്റ്റലിൽ താമസിച്ചാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. USS പരീക്ഷാ വിജയം വളരെ സന്തോഷം പകരുന്ന ഒന്നാണെന്നും തുടർന്നും മറ്റു മത്സര പരീക്ഷകൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ടെന്നും ഭാവിയിൽ കളക്ടറാകാൻ ആഗ്രഹിക്കുന്ന തന്റെ കുടുംബത്തിന് അടച്ചുറപ്പുള്ള ഒരു വീടാണ് ആവശ്യമെന്നും സിനാൻ പറയുന്നു. USS കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് ആദ്യം ഞങ്ങൾ OMR ഷീറ്റ് നോക്കിയപ്പോൾ അതിൽ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ബിജുമാഷ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി എനിക്ക് വലുതായ കളക്ടർ ആവണം. 8ാം ക്ലാസ്സിൽ NMMS എഴുതണം. പിന്നെ കളക്ടർ ആവുന്നതിന് മുന്നേ എനിക്ക് നല്ല അടച്ചുറപ്പുള്ളൊരു വീട് വെക്കണം. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ആഗ്രഹം. പാലക്കാട് ജില്ലയിൽ തേൻകുറിശി മഞ്ഞളൂരിലെ ഇടപ്പറമ്പ് വീട്ടിൽ അനന്തകൃഷ്ണന്റെയും സുഷമയുടെയും മകളാണ് അഭിനയ. പൂർണ്ണമായും കാഴ്ചയില്ലാത്ത അഭിനയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഥാകഥനത്തിന് A ഗ്രേഡും സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ പ്ലാസ്റ്റിക് കെയിൻ വർക്കിൽ A ഗ്രേഡും നേടിയിട്ടുണ്ട്. സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ഈ താരം വിശാഖപട്ടണത്ത് നടക്കുന്ന ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ കളിക്കാൻ ഒരുങ്ങുകയാണ്. USS പരീക്ഷാ വിജയത്തിൽ സ്കൂളിലെ എല്ലാ അധ്യാപകരും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ ഒരു അധ്യാപികയായി മാറാനാണ് ആഗ്രഹിക്കുന്നതെന്നും അഭിനയ പറഞ്ഞു. 8ാം ക്ലാസ്സിൽ NMMS എഴുതാനുണ്ട്. എനിക്ക് വലുതായ ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. ആരൊക്കെയാണ് മോളെ ഇത്ര ഹെൽപ്പ് ചെയ്തത്? ആരൊക്കെയാണ്? എനിക്കിത് USS എഴുതാൻ എനിക്ക് കോച്ചിങ് തന്നത് അജു സാറും ദിവ്യ ടീച്ചറും ഒക്കെ ആയിരുന്നു. പിന്നെ നോബിൾ ടീച്ചർ, ലക്ഷ്മി ടീച്ചറൊക്കെ ജനറൽ നോളേജ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അജുമാഷും ദിവ്യ ടീച്ചറായിരുന്നു കൂടുതലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. UTV ന്യൂസ് പാലക്കാട്.